ഓഗസ്റ്റ് 15 സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെ, ഇന്ത്യ ഫുള്ള് ഇൻഡിപെൻഡൻസ് കിട്ടിയത് 1947 ഓഗസ്റ്റ് 15 അന്ന് തന്നെയാണ് എൻ്റെ അച്ഛമ്മ ജനിച്ചത്. അച്ഛമ്മ കിടപ്പിലായിട്ട് കുറച്ച് വർഷങ്ങളായി, പക്ഷെ എന്നാലും ഞങ്ങൾ അച്ഛമ്മയുടെ ബർത്ത്ഡേസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. യൂഷ്വലി അച്ഛമ്മയുടെ ബർത്ത്ഡേസ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അച്ഛമ്മയും അച്ഛമ്മയുടെ 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും കുട്ടികളൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. മോസ്റ്റ്ലി ഇല്ലാണ്ടിരിക്കുന്ന ഒരാൾ ഞാനായിരിക്കും, കാരണം ഞാൻ ഹോസ്റ്റൽസിലൊക്കെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായല്ലോ. അപ്പം ഇങ്ങനത്തെ അധിക നല്ല പരിപാടികൾക്ക് ഞാൻ ഉണ്ടാവാറില്ല. ഈ വർഷം അച്ഛമ്മയുടെ 80th ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അച്ഛമ്മയുടെ സിബ്ലിങ്സും ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഈ സെലിബ്രേഷൻ. ഒരു 11-11:30 ഒക്കെ ആയപ്പോഴേക്കും ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ സെർവും ചെയ്തു. എനിക്ക് ഇഷ്ടമാണ് ഈ സെർവിങ് പരിപാടി. അങ്ങനെ സെർവിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നത്. ഞാൻ 2 ഗ്ലാസ് പായസം കുടിച്ചു. ഫസ്റ്റ് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പായസം. അപ്പോൾ പിന്നെ വിചാരിച്ചു ഒരു ഗ്ലാസും കൂടെ കുടിച്ചേക്കാം. അങ്ങനെ എല്ലാവരുടെയും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കേക്ക് കട്ടിങ്ങിന് ശേഷം ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ എടുത്തു. കാരണം എല്ലാവരും ഒന്നിച്ചുള്ള ഒരു ടൈം ആണല്ലോ. ഇതുപോലൊരു ഫോട്ടോ ഈ വീട്ടിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അതെൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെയും കല്യാണ സമയത്തെടുത്ത ഫോട്ടോ ആണ്. ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം വന്ന ആൾക്കാരൊക്കെ തിരിച്ചു പോയി. പിന്നെ ഞങ്ങൾ മാത്രമായി. എല്ലാവരും സൂപ്പർ ടയേർഡായിരുന്നു. ഞങ്ങളൊക്കെ ഓരോ മൂലയിലിരുന്ന്, പിന്നെ ഇവരൊക്കെ കുറേ പണിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഞാനൊന്നും കാര്യമായിട്ട് ഒന്നും എടുത്തില്ല, കാരണം ഞാനൊക്കെ അപ്പോഴേക്ക് സൈഡായിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ രാവിലെ പണിയെടുത്തിട്ടാണ് സൈഡായതെന്ന്. അല്ല, എന്തോ ഒരു ക്ഷീണം. അങ്ങനെ അച്ഛമ്മയുടെ ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ അതിനുശേഷം ഈ എടുത്തുവെക്കൽ പരിപാടികളൊക്കെ ആയിരുന്നു. കാരണം ഈ കാറ്ററിങ്ങിൻ്റെ ഈ വന്ന പ്ലേറ്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പം അതൊക്കെ ഇവർ പാക്ക് ചെയ്തും കഴുകിയും ഒക്കെ വെക്കുകയായിരുന്നു. പിന്നീട് അച്ഛനും അമ്മയും അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു. ഞാനും അനിയനും എൻ്റെ രണ്ടാമത്തെ അളയച്ചൻ്റെ അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോയി. ഞാനും എൻ്റെ ഈ കസിൻസും എപ്പം മീറ്റ് ചെയ്താലും ഞങ്ങളൊരു ഡാൻസ് റീൽ എന്തെങ്കിലും ചെയ്യും. അതെന്തോ അങ്ങനെ ആയിപ്പോയി. നല്ല രസമായി ഇവരുടെ കൂടെ എനിക്ക് ഡാൻസ് കളിക്കാനായിട്ട്. എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞങ്ങൾ മേലെ വരാന്തയിൽ ഇരിക്കുമ്പോൾ മഴവിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ വീഡിയോയിൽ അത്ര ക്ലിയർ ഇല്ല. അതായത് മാഞ്ഞു പോയ സമയത്താണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നതെന്ന് തോന്നുന്നു. പിന്നെ രാത്രി ആയപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിച്ച്. പേഴ്സണലി സദ്യ എനിക്ക് വലിയ ഇഷ്ടമേ അല്ല, പക്ഷേ ബിരിയാണി എൻ്റെ എപ്പോഴത്തെ ഫേവറേറ്റ് ആണ്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങളുടെ ഡാൻസ് റീലൊക്കെ എടുത്തു. അങ്ങനെ ഭയങ്കര റീൽ എന്ന് പറയാനൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ എടുക്കുന്ന പരിപാടികളാണ്. അത് കഴിഞ്ഞപ്പം ഇളയച്ചൻ്റെ വകയൊരു സ്പെഷ്യൽ ടീ ഉണ്ടായിരുന്നു. അതായത് ലെമൺ ടീയിൽ ഉപ്പിട്ടത്. ഞാൻ കേട്ടപ്പം അയ്യേന്ന് പറഞ്ഞെങ്കിലും ആക്ച്വലി അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ നല്ലൊരു ഡേ ആയിരുന്നു ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയുള്ളൂ. ബൈ ബൈ.